തിരുവചനമായ ബൈബിളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഇന്ന് രാവിലെ ചിന്തിക്കുന്നതിന് ആധാരമായിട്ട് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം നമുക്ക് എടുക്കാം. ദ ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 17 ആൻഡ് വേഴ്സ് 14 വായിക്കാം. അവർ കുഞ്ഞാടിനോട് പോരാടും, താൻ കർത്താതി കർത്താവും രാജാതി രാജാവും ആകുന്നതുകൊണ്ട് കുഞ്ഞാട് തൻ്റെ കൂടെയുള്ള വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും. ഇവിടെ സാത്താന്റെ ശക്തികൾ കർത്താവായ യേശുക്രിസ്തുവിനോട് പോരാടുന്നതിനെ കുറിച്ച് നാം വായിക്കുന്നു. അവർ കുഞ്ഞാടിനോട് പോരാടും. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. എന്നാൽ ഈ കുഞ്ഞാട് എങ്ങനെയുള്ളവനാണ്? അവിടുന്ന് കർത്താതി കർത്താവും പിന്നെ രാജാധി രാജാവും ആകുന്നു. അതുകൊണ്ട് അവിടുന്ന് തൻ്റെ കൂടെയുള്ള വിളിക്കപ്പെട്ടവർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ, വിശ്വസ്തർ എന്നീ 3 കൂട്ടത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഇവരെല്ലാം കൂടെ ചേർത്ത് ദുഷ്ടന്റെ ശക്തികളെ ജയിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതിനെ ചൊല്ലിയാണ് ഞാൻ ചില കാര്യങ്ങൾ പറയാൻ എൻ്റെ മനസ്സിലുള്ളത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ദൈവരാജ്യം എന്നുള്ളതാണ്. ദ കിങ്ഡം ഓഫ് ഗാഡ് ആൻഡ് എക്സ്പീരിയൻസിങ് ഇറ്റ്. ദൈവരാജ്യത്തെ ദൈവമക്കളായി നമുക്ക് എങ്ങനെ അനുഭവിച്ചറിയുവാൻ കഴിയും? എങ്ങനെയാണ് നാം ദൈവരാജ്യത്തിൽ കടക്കുന്നത്? അതെങ്ങനെയാണ് അതിനെ അനുഭവിക്കുന്നത്? അതിൻ്റെ ആശയം എന്താണ്? ഈ കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ യേശുവിനെ കുറിച്ച് നാം വായിച്ചല്ലോ. ഹി ഈസ് ദ കിങ് ഓഫ് കിങ്സ്. സകല രാജാക്കന്മാരുടെയും മേൽ അധികാരിയായിരിക്കുന്ന മഹാരാജാവായ ചക്രവർത്തി ആകുന്നു ഈ കുഞ്ഞാട്, കർത്താവായ യേശുക്രിസ്തു എന്ന് ഇവിടെ ദൈവവചനത്തിൽ നാം വായിക്കുന്നു. അവിടുന്ന് എല്ലാ കർത്താക്കന്മാരുടെയും കർത്താവാണ്, എല്ലാ രാജാക്കന്മാരുടെയും രാജാവാണ്. അതാണ് രാജാധി രാജാവ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. കിങ് ഓഫ് കിങ്സ്, അത് ക്രിസ്തുവിന് കൊടുത്തിരിക്കുന്ന ഒരു പദപ്രയോഗമാണ്. ദൈവമക്കളെ, അവിടുന്ന് രാജാവാണെങ്കിൽ ആ രാജാവിന് എന്തുണ്ട്? ഒരു രാജ്യമുണ്ട്. എ കിങ് ഹാസ് എ കിങ്ഡം. കർത്താവായ യേശു രാജാധിരാജാവായതുകൊണ്ട് ആ മഹാരാജാവിന് ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്തെയാണ് എന്ത് പറയുന്നത്? ദൈവരാജ്യം എന്ന് പറയുന്നു. അതിനെ സ്വർഗരാജ്യമെന്നും ബൈബിളിൽ 2 പദപ്രയോഗങ്ങൾ കൊണ്ട് വിവക്ഷിച്ചിട്ടുണ്ട്. ഇത് 2 ആശയം ഒന്ന് തന്നെയാണ്. ദൈവം രാജാവായിരിക്കുന്ന ഒരു ഭരണ സമ്പ്രദായം, ഒരു ഗവൺമെന്റ്, അവിടെ ആരാണ്? അവിടുത്തെ രാജാവും നേതാവും ആരാണ്? ദൈവം തന്നെയാണ്. ഇവിടെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ക്രിസ്തുവാണ് രാജാക്കന്മാരുടെ രാജാവ്. ക്രിസ്തുവിന്റെ രാജ്യം, കിങ്ഡം അവിടെ കാണാൻ കഴിയും. ആ രാജ്യത്തിൽ നമുക്ക് എങ്ങനെ പങ്കാളികളായി തീരാൻ സാധിക്കും? ആ രാജ്യത്തിൻ്റെ അനുഭവം എങ്ങനെ ഇന്ന് സഭയിൽ കൂടെ നമുക്ക് അറിയാൻ കഴിയും? ഈ കാര്യങ്ങളാണ് നാം ഇന്ന് ചിന്തിക്കേണ്ടത്. വാസ്തവത്തിൽ സഹോദരന്മാരെ, ദൈവരാജ്യത്തിൻ്റെ ഒരു ചെറിയ പതിപ്പാണ് ദൈവസഭ എന്ന് പറയുന്നത്. എങ്ങനെ ദൈവം സ്വർഗത്തിൽ ദൈവരാജ്യത്തിൽ അധിപതിയായും ചക്രവർത്തിയായും ഇരിക്കുന്നുവോ, ഇന്ന് പ്രാദേശിക സഭയിലും നമ്മുടെ കർത്താവ് രാജാവായി അധികാരിയായി ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളും ഈ യേശുവിന് അധികാരം കൈമാറിയിട്ടുണ്ടോ? അതോ നമ്മൾ തന്നെയാണോ നമ്മുടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ച് ഒക്കെ കൊണ്ടുപോകുന്നത്? ക്രിസ്തുവിൻ്റെ ഇഷ്ടത്തിനും അനിഷ്ടത്തിനും നാം എന്തുമാത്രം വില കൽപ്പിക്കുന്നുണ്ട് എന്ന് നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. യേശുവാണ് രാജാധിരാജാവും കർത്താതി കർത്താവും. വെളിപ്പാട് 19-ാം അധ്യായം 16-ാം വചനത്തിലേക്ക് വരാം. റെവലേഷൻ 19 and verse 16. രാജാതി രാജാവും കർത്താതി കർത്താവും എന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. ഇവിടെ നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്നു. അവന്റെ മേൽ ഈ പേര് എഴുതിയിട്ടുണ്ട്. ആർക്കും തെറ്റുപറ്റാൻ പാടില്ല. ഈ യേശുവാണ് രാജാധി രാജാവ്. ഹി ഈസ് ദ കിങ് ഓഫ് കിങ്സ്. അവനേക്കാൾ ഉന്നതനായ ഒരു രാജാവും ഇല്ല. നമ്മൾ ആരും യേശുവിനേക്കാളും ഉയർന്നവരല്ല. ഇന്ന് സഭയിൽ നാം ആയിരിക്കുമ്പോൾ ദൈവമക്കളെ, ഈ കാര്യം നമ്മുടെ മനസ്സിൽ പതിയണം. ഞങ്ങളുടെ സഭയിൽ, എൻ്റെ ജീവിതത്തിൽ യേശുവിനാണ് അധികാരം മുഴുവനും ഉള്ളത്. യേശുവാണ് എൻ്റെ കർത്താവ്. യേശുവാണ് എൻ്റെ രാജാവും യജമാനനും. ഹി ഈസ് മൈ കിങ് ആൻഡ് മൈ മാസ്റ്റർ. ഈ കാര്യം നിങ്ങൾ സമ്മതിച്ചു കൊടുത്തിട്ടുണ്ടോ? ദൈവരാജ്യം എന്താണെന്ന് ചോദിച്ചാൽ അതൊരു സർക്കാരാണ്, ഒരു ഗവൺമെന്റ് ആണ്. പക്ഷെ ആ സർക്കാരിൽ 15 പേരുള്ള മന്ത്രിസഭയും ഈ കാര്യങ്ങളൊന്നും ഇല്ല. അവിടുത്തെ മുഖ്യമന്ത്രി, അവിടുത്തെ പ്രധാനമന്ത്രി, അവിടുത്തെ ചക്രവർത്തി നമ്മുടെ ദൈവമാണ്, കർത്താവായ യേശുവാണ്. എന്നാൽ ദൈവരാജ്യത്തെക്കുറിച്ച് നാം ഇന്ന് ചിന്തിക്കുമ്പോൾ
ആ ദൈവരാജ്യവും ഒരു ഗവൺമെന്റ് ആണ്. അവിടുത്തെ ഏറ്റവും ഉന്നത അധികാരി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ദൈവമാണ് അവിടുത്തെ അധികാരി എന്ന് കാണാൻ സാധിക്കും. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശു പ്രതിപാദിച്ച പ്രധാനപ്പെട്ട ചില സുപ്രധാന വിഷയങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദൈവരാജ്യം എന്നുള്ളത്. ദൈവം രാജാവായിരിക്കുന്ന ഒരു ഭരണ സംവിധാനത്തെക്കുറിച്ച് യേശു വളരെ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ യേശു പണത്തെക്കുറിച്ച് ധാരാളം സംസാരിച്ചിട്ടുണ്ട്. പണം ദോഷമുള്ള, അനീതിയുള്ള ഒരു യജമാനനാണ്, അതിനെക്കുറിച്ച് യേശു പറഞ്ഞിട്ടുണ്ട്. പിന്നെ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും മത നേതാക്കന്മാരുടെയും കപടഭക്തിയെക്കുറിച്ചും കാപട്യത്തെക്കുറിച്ചും യേശു വളരെ വളരെ ബ്ലണ്ടായി തുറന്നു സംസാരിച്ചിട്ടുണ്ട്. താൻ ഉയർത്തെഴുന്നതിന്റെ ശേഷം 40 ദിവസം ശിഷ്യന്മാർക്ക് വീണ്ടും വീണ്ടും പ്രത്യക്ഷനായിക്കൊണ്ട് അവരോട് പറഞ്ഞ ഒരു കാര്യം നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. ആക്ട്സ് ചാപ്റ്റർ 1 വേഴ്സ് 2. അവൻ കഷ്ട അനുഭവിച്ച ശേഷം 40 ദിവസത്തോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. ഇവിടെ നാം കാണുന്നു, യേശു കഷ്ടമനുഭവിച്ചു, ഉയർത്തെഴുന്നേറ്റു. അതിനുശേഷം 40 ദിവസങ്ങൾ അവിടെയായിട്ട് ഈ ശിഷ്യന്മാർക്ക് യേശു പ്രത്യക്ഷനായി. അവരോട് എന്തോ സംസാരിച്ചത്? ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തു. താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് വെളിപ്പെടുത്തി കൊടുത്തു. അതുകൊണ്ട് യേശു അവരോട് മുഖ്യമായി പറഞ്ഞത് ദൈവരാജ്യം എന്ന വിഷയമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിൽ ദൈവരാജ്യത്തിന് ഒരു മുഖ്യത്വം ഉണ്ടായിരിക്കണം. ദൈവമാണ് എൻ്റെ ജീവിതത്തിൻ്റെ അധികാരി എന്ന് നാം ഓരോരുത്തരും ചിന്തിച്ചു തുടങ്ങണം. ഞാനല്ല, ദൈവമാണ് അധികാരി, ദൈവമാണ് രാജാവ്. അവിടുന്നാണ് തീരുമാനിക്കേണ്ടത് എൻ്റെ ജീവിതത്തിൻ്റെ ഡയറക്ഷൻ, മുമ്പോട്ടുള്ള ഏത് ദിശയിൽ പോകണം. അതാരാ നിശ്ചയിക്കുന്നത്? അത് ദൈവമാണ് നിശ്ചയിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ ദൈവം നമ്മെ ഓരോ ദിശകളിലേക്ക് നടത്തിയിട്ടുണ്ട് മുൻകാലങ്ങളിൽ. അതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിലും ഈ ദീർഘവർഷങ്ങൾ പുറകോട്ട് നോക്കുമ്പോൾ ദൈവം വളരെ അത്ഭുതകരമായി, വളരെ പ്രത്യേകമായി, സ്പെസിഫിക്കായി പലപ്പോഴും നിയന്ത്രിച്ച് ഗൈഡ് ചെയ്ത് വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. നാം നമ്മോട് തന്നെ ഏറ്റുപറയേണ്ട ഒരു വിഷയമുണ്ട്, ഞാനല്ല രാജാവ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പറയണം, ഞാനല്ല ദൈവം. ദൈവം ഞാനല്ല, ദൈവം ദൈവം തന്നെയാണ്. എനിക്കെല്ലാം നിയന്ത്രിക്കാൻ ഒക്കത്തില്ല, എല്ലാ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് അറിവില്ല. ദൈവികമായ ജ്ഞാനവും അറിവും നമുക്ക് കുറവാണ്. അതുകൊണ്ടാണ് ദൈവം കാണുന്ന പോലെ കാര്യങ്ങളെ കാണുവാൻ നമുക്ക് കഴിയാത്തത്. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകമായ വ്യൂ പോയിന്റും പെർസ്പെക്റ്റീവും കാഴ്ചപ്പാടും ഒക്കെ ഉണ്ട്. നാം പ്രാർത്ഥിക്കേണ്ട വിഷയം, ദൈവമേ അവിടുന്ന് കാര്യങ്ങളെ കാണുന്ന പോലെ കാണാനും വിലയിരുത്താനും എന്നെ പഠിപ്പിക്കണമേ, എന്നെ സഹായിക്കണമേ. ഞാൻ രാജാവല്ല, ഞാൻ ദൈവമല്ല എന്ന് നാം നമ്മോട് തന്നെ പറയണം. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, അവിടുന്ന് വളരണം, ഞാനോ കുറയണം. ദൈവമാണ് ഏറ്റവും വലിയവൻ, നീ വലിയവനൊന്നും അല്ല, നീ ചെറിയവനാണ്. ഞാൻ കുറയണം, കർത്താവായ യേശു ക്രിസ്തുവാണ് വലിയവൻ. അവൻ്റെ രാജ്യം, അവൻ്റെ പ്രവൃത്തി, അവൻ്റെ മിനിസ്ട്രി വളർന്നു വലുതായി വരണം. നീ അങ്ങനെ ചെയ്യരുത്, അങ്ങോട്ട് പോകരുത്, നിനക്കത് വേണ്ട എന്ന പരിശുദ്ധാത്മാവ് പലപ്പോഴും നമ്മോട് പറഞ്ഞു തരും. എന്നാൽ മനുഷ്യരായ ചില റൂളേഴ്സും നമുക്ക് വഴി പറഞ്ഞു തരുവാനായിട്ട് ഉണ്ടായിരിക്കണം. നാം അവരെ കണ്ടെത്തണം. അതിനെക്കുറിച്ചും കൂടെ ഞാൻ ദൃഷ്ടാന്തം പറയാം. ഇസ്രായേൽ ജനങ്ങളുടെ അവർ ജീവിച്ചിരുന്ന കാലത്ത് മോശെ അവരെ വഴി നടത്തി. മോശയ്ക്ക് ശേഷം കുറെ കാലം യോശുവ എന്ന ദൈവദാസൻ അവരെ വഴി നടത്തി. അതിനുശേഷം ഇരുണ്ട കാലഘട്ടം ഉണ്ടായി. ഇവരെ നയിക്കാൻ ശക്തരായ ആരും ഇല്ലാത്ത ഒരവസ്ഥ വന്നു. ആ കാലഘട്ടത്തിൽ അവരെ നയിച്ച ആളുകൾക്ക് എന്താ പേര് പറഞ്ഞിരിക്കുന്നത്? അവരെ ജഡ്ജസ് അഥവാ ന്യായാധിപന്മാർ എന്ന് വിളിച്ചിരുന്നു. ഏതാണ്ട് 14ഓളം ന്യായാധിപന്മാർ ഇസ്രായേൽക്കാർക്ക് ന്യായപാലനം നടത്തി. ശിംശോൻ 12ാമത്തേതായിരുന്നു. അതിനുശേഷം വന്ന ന്യായാധിപനാണ് ഏലി പുരോഹിതൻ. അതിനുശേഷം വന്നത് ശമൂവേലാണ്. അങ്ങനെ 14 പേര്. ഞാൻ കഴിഞ്ഞ ആഴ്ചയും വായിച്ചുകൊണ്ട് വരികയായിരുന്നു. ഞാൻ എണ്ണമൊക്കെ എഴുതി 1, 2, 3 ഇട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ 14 പേരുടെ പേര് കിട്ടി. ഇവരൊക്കെ ന്യായാധിപന്മാരായി സേവനമനുഷ്ഠിച്ചു. എന്നാൽ നമുക്ക് ആ പുസ്തകം എടുക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം അവസാനിക്കുമ്പോൾ ആ കാലഘട്ടത്തെക്കുറിച്ച് ഒറ്റ
ഒറ്റ വാചകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 21-ാം അധ്യായം 25-ാം വചനം. ജഡ്ജസ് 21:25. ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തനും തന്റെ ദൃഷ്ടിയിൽ ശരിയെന്ന് തോന്നിയതുപോലെ ചെയ്തു പോന്നു. അതെ, ആ കാലഘട്ടത്തിൽ ഇസ്രായേലിൽ രാജാവോ ഒരു നല്ല നേതാവോ അധിപതിയോ ഉണ്ടായിരുന്നില്ല. മനുഷ്യർ അംഗീകരിക്കുന്ന, മനുഷ്യർക്ക് ഒരു ഭയഭക്തിയും ബഹുമാനവും ഉള്ള ഒരു നേതാവും ഉണ്ടായിരുന്നില്ല, രാജാവ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഓരോ ഇസ്രായേൽക്കാരനും തനിക്ക് യുക്തമെന്ന് തോന്നിയതുപോലെ ജീവിച്ചു. ശ്രദ്ധിക്കണമേ, അനേകം വിശ്വാസികളും ഇങ്ങനെയാണ്. തങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ഞങ്ങൾ ചെയ്തു പോവുകയാണ്. ചോദിക്കാനും പറയാനോ ആരും ഇല്ലാത്ത ഒരവസ്ഥ, രാജാവില്ലാത്ത ഒരവസ്ഥ. നാം ദൈവരാജ്യത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ദൈവം രാജാവായിട്ടുണ്ടെങ്കിൽ ആ രാജ്യം നന്നായിട്ട് മുമ്പോട്ട് പോകും. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഇസ്രായേൽ ദേശത്ത് അവർ ദൈവത്തെ രാജാവായി അംഗീകരിച്ചില്ല. യഹോവയൊക്കെ അവർ തള്ളിക്കളഞ്ഞു. തങ്ങൾക്ക് ബോധിച്ചതുപോലെ ഓരോ പ്രതിമകളും വിഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാക്കി അതിനെ പൂജിക്കാൻ തുടങ്ങി. ദൈവം വിലക്കിയ ജനങ്ങളുമായിട്ട് വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടു. അവരുടെ ദൈവങ്ങളെ പൂജിച്ചു, ആരാധിച്ചു. ദേശത്ത് ദുഷ്ടതയും തിന്മയും കൊലപാതകങ്ങളും ഒക്കെ വർദ്ധിച്ചു. അങ്ങനെ ഇസ്രായേൽ ജനം വളരെ അധപ്പതിച്ചു പോയ ഒരു കാലഘട്ടമായിരുന്നു. നാം കേട്ടല്ലോ, ആദ്യത്തെ 12 ന്യായാധിപന്മാരുണ്ടായിരുന്നു. ഓരോ ന്യായാധിപനെ ദൈവം എഴുന്നേൽപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ദൈവം ഈ ജനത്തെ കൈവിട്ടു, അവരെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവരുടെ കൊള്ളരായ്മ കൊണ്ടാണ്. എന്നിട്ട് വീണ്ടും അവർ നിലവിളിച്ച് ദൈവമേ സഹായിക്കണമേ എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഒരു ന്യായാധിപനെ, ഒരു നേതാവിനെ അയച്ചു. അവരാരും തികഞ്ഞവരും പെർഫെക്റ്റായ നല്ല മനുഷ്യരൊന്നും ആയിരുന്നില്ല. ആരുമില്ലാത്തടത്ത് ഉള്ളതിൽ നല്ലവരെ ദൈവം അയച്ചു. എങ്കിലും അവരിൽ കൂടെ ദൈവം ഈ ജനത്തെ കാലാകാലങ്ങളിൽ വിടുവിച്ചുകൊണ്ടിരുന്നു. ശത്രുക്കളുടെ മേൽ അവർക്ക് വിജയം നൽകി. അവിടെ സർവൈവ് ചെയ്യുവാൻ, നിലനിൽക്കുവാൻ അവരെ സഹായിച്ചു. ഓരോരുത്തരും ബോധിച്ചതുപോലെ ജീവിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ തരത്തിൽപ്പെടുന്നവരാണോ? നിങ്ങൾക്ക് ബോധിച്ചതുപോലെ, നിങ്ങൾക്ക് യുക്തം തോന്നിയ വഴിയിൽ അങ്ങ് ജീവിച്ചു പോകുന്ന ഒരു രീതിയാണോ നിങ്ങളുടെ ജീവിതം? എങ്കിൽ അവിടെ നിങ്ങൾക്കൊരു തിരുത്തൽ ആവശ്യമാണ്. എനിക്ക് നിങ്ങൾക്കും തിരുത്തൽ ആവശ്യമാണ്. ഒരു രാജാവ് ഉണ്ടായിരിക്കണം. നിങ്ങൾ ആ രാജാവിൻ്റെ ആ രാജ്യത്തിലെ അംഗമായിരിക്കണം. നിങ്ങൾ ദൈവരാജ്യത്തിലെ അംഗമായിരിക്കണം. കർത്താവായ യേശുവേ, അവിടുന്ന് എൻ്റെ രാജാവായി ഞാൻ അങ്ങയെ അവരോധിക്കുന്നു, സ്വീകരിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ തീരുമാനങ്ങളെ അവിടുന്ന് എടുക്കണമേ. ഈ പുസ്തകത്തിൽ, വേദപുസ്തകത്തിൽ എനിക്ക് നൽകിയിരിക്കുന്ന പഠിപ്പിക്കലുകൾക്കനുസരിച്ച് അവിടുന്ന് എന്നെ നയിക്കണമേ, എന്നെ നിയന്ത്രിച്ച് മുമ്പോട്ട് കൊണ്ടുപോകണമേ എന്ന് ഇന്ന് രാവിലെ ആര് പ്രാർത്ഥിക്കും? ഈ ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ അവരുടെ പുസ്തകം വായിച്ചാൽ, ന്യായാധിപന്മാരുടെ പുസ്തകം വായിച്ചാൽ പല പ്രാവശ്യം ഈ വാക്ക് ആവർത്തിച്ചിട്ടുണ്ട്. അന്ന് ഇസ്രായേലിൽ രാജാവ് ഉണ്ടായിരുന്നില്ല. 17-ാം അധ്യായം 6-ാം വാക്യം കൂടെ നോക്കുക. ചാപ്റ്റർ 17 വേഴ്സ് 6. ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തനും തന്റെ ദൃഷ്ടിയിൽ ശരിയെന്ന് തോന്നിയതുപോലെ പ്രവർത്തിച്ചു. ഇത് പല പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. ഓരോരുത്തരും തനിക്ക് ശരിയെന്ന് തോന്നിയ വഴിയിൽ മുമ്പോട്ട് പോകുന്ന ഒരു രീതി. എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ ആയിരിക്കരുത്. നാം ദൈവരാജ്യത്തിൽ ദൈവത്തിന് രാജത്വം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അവിടുത്തെ അധികാരത്തിന് കീഴിൽ, അവിടുത്തെ ഡിസിപ്ലിൻ്റെ അടിയിൽ നാം ജീവിക്കുന്നവർ ആയിരിക്കണം. ഈ പറഞ്ഞതുപോലെ തനിക്ക് ബോധിച്ചതുപോലെ ഓരോരുത്തരും ജീവിക്കാൻ തുടങ്ങിയാൽ ആ ദേശത്തിൻ്റെ അവസ്ഥയാണ് നാം മലയാളത്തിൽ പറയുന്ന അരാജകത്വം എന്ന് പറയുന്നത്. ഒരു രാജാവില്ല, ആകെ കൺഫ്യൂഷനാണ്, ആർക്കും ആരെയും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരവസ്ഥ. നാം ജീവിക്കുന്ന ഈ തലമുറ, ഈ 21-ാം നൂറ്റാണ്ടിലും നമ്മുടെ പട്ടണത്തിലൊക്കെ ഏറെക്കുറെ അങ്ങനെയാണ്. ആളുകളൊക്കെ ഇഷ്ടം പോലെ ചെയ്യുന്നു. അവരോട് ചോദിക്കാൻ പോയാൽ ചിലപ്പോൾ നിങ്ങളുടെ ജീവൻ പോയെന്ന് വരും. അങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളെന്താ ഇങ്ങനെ ചെയ്യുന്നത്? നിങ്ങൾ വിവാഹം കഴിക്കാതെ ഇങ്ങനെ ഈ വീട്ടിൽ വാടകയ്ക്ക് എടുത്ത് ഇവിടെ ഒരുമിച്ച് താമസിക്കുന്നത് എന്ന് ഒരാളോട് ചോദിക്കാൻ പോയാൽ ചിലപ്പോൾ നിങ്ങളെ അടിച്ച് അവരവശരാക്കിയെന്ന് വരും, അല്ലെ കൊന്നുകളഞ്ഞെന്ന് വരും. ഒന്നിനും മടിക്കാത്ത അരാജകത്വമുള്ള ഒരു ദേശമാണ് നമ്മുടെ ദേശം എന്ന് പറയാൻ സാധിക്കും. ദൈവം ആരുടെയും രാജാവല്ലാത്ത ഒരവസ്ഥ. ഈ അവസ്ഥയിൽ, ഈ സാഹചര്യത്തിൽ ദൈവമക്കളായ നാം കർത്താവിന് വിധേയരായി ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ദൈവവചനം നമ്മോട് ആവശ്യപ്പെടുന്ന രീതിയിൽ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിച്ചുകൊണ്ട് വിശുദ്ധമായും പവിത്രമായും താഴ്മയോടെയും എളിമയോടെയും
ദൈവത്തിന് പ്രസാദകരമായി സ്നേഹത്തോടെ ജീവിക്കുവാൻ നമ്മുടെ മനസ്സുകളെ നാം തിരിക്കേണ്ടത് ആവശ്യമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നാം ഗിദെയോനെ കുറിച്ച് വായിക്കുന്നുണ്ട്. ഗിദെയോൻ ഒരു സാധാരണക്കാരനായ മനുഷ്യനായിരുന്നുവെങ്കിലും ദൈവജനത്തെ വിടുവിക്കുവാൻ മറ്റാരും ഇല്ലാഞ്ഞതുകൊണ്ട് ദൈവം ഗിദെയോനെ തെരഞ്ഞെടുത്തു, അവനെ ശക്തിപ്പെടുത്തി. അവൻ വലിയ സംശയാലുവായിരുന്നു. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ഗിദെയോന് സംശയമാണ്. ദൈവത്തെ വിശ്വസിക്കാൻ ഒട്ടും കഴിഞ്ഞില്ല. എന്നിട്ടും ഈ സംശയാലുവായ ഗിദെയോനെ ഉപയോഗിച്ച്, നിനക്ക് സംശയമുണ്ടെങ്കിൽ ഇതും കൂടെ എന്ന് പറഞ്ഞ് ഈ ഗിദെയോനെ അടിക്കടി ദൈവം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഗിദെയോനെ ഉപയോഗിച്ച് 300 പേരുടെ ഒരു ചെറിയ സൈന്യത്തെ ഉപയോഗിച്ച് മിദ്യാന്യരെ പരാജയപ്പെടുത്തി ഇസ്രായേലിന് സ്വസ്ഥത നൽകി എന്ന് നാം കാണുന്നു. ഈ ഗിദെയോന്റെ ജീവിതത്തിന്റെ ഒടുവിൽ വരുമ്പോൾ ചില അപാകതകൾ സംഭവിക്കുന്നുവെങ്കിലും ഗിദെയോന്റെ ഒരു നല്ല ചിന്താഗതിയുണ്ട്. അത് ന്യായാധിപന്മാർ 8-ാം അധ്യായം 23-ാം വാക്യത്തിൽ വായിക്കുന്നു. ജഡ്ജസ് ചാപ്റ്റർ 8 വേഴ്സ് 23. ഗിദെയോൻ അവരോട്, ഞാനോ എന്റെ പുത്രനോ നിങ്ങൾക്ക് രാജാവാകുകയില്ല, യഹോവയത്രേ നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞു. നോക്കുക, ഇങ്ങനെ യുദ്ധം ജയിച്ച് മിദ്യാന്യരെ തോൽപ്പിച്ച് ഇസ്രായേൽ ദേശത്ത് സമാധാനം വരുത്തിയപ്പോൾ ജനമെല്ലാം കൂടെ കൂടിപ്പെന്ന് പറഞ്ഞു, നീയും നിന്റെ മകനും നിന്റെ കൊച്ചുമകനും നിന്റെ സന്തതി പരമ്പരകൾ മുഴുവനും ഇനി രാജാവായി ഞങ്ങളെ ഭരിക്കണമെന്ന് അങ്ങോട്ടങ്ങ് പറഞ്ഞു. എന്നാൽ ഗിദെയോൻ ആ കാര്യത്തിൽ ഒരു അറിവുണ്ടായിരുന്നു, ദർശനമുണ്ടായിരുന്നു. ഗിദെയോൻ എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളുടെ രാജാവായിരിക്കുകയില്ല, എൻ്റെ മകനും രാജാവാകുകയില്ല, യഹോവയായ ദൈവം അത്രേ നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ ഗിദെയോൻ പറഞ്ഞ ഈ വാക്കുകൾ ഞാൻ നിങ്ങളും സ്വീകരിക്കുമോ? കർത്താവാണ് നിങ്ങളുടെ രാജാവ്, കർത്താവാണ് നിങ്ങളുടെ യജമാനൻ, യേശുവാണ് നിന്റെ ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കേണ്ടത്, നിന്നെ നയിക്കേണ്ടത് യേശുവാണ്. ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ തീരുമാനങ്ങൾ വിട്ടുകൊടുക്കുമോ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹീതമാകും. എന്നാൽ ഇങ്ങനെ നല്ല കാഴ്ചപ്പാടുണ്ടായിരുന്നിട്ടും ഗിദെയോൻ കുറച്ച് കഴിഞ്ഞ് ഒരു വലിയ മണ്ടത്തരം ചെയ്തു. ആളുകളുടെ നിന്ന് സ്വർണവും വെള്ളിയും എല്ലാം വാങ്ങിച്ചു, അവരെല്ലാം കൊണ്ടുവരാൻ പറഞ്ഞു. അവർ കൊണ്ടുവന്നു. എന്നിട്ട് 27-ാം വാക്യത്തിൽ ഗിദെയോൻ ആ സ്വർണവും എല്ലാം ഉപയോഗിച്ച് ഒരു ഏഫോദ് ഉണ്ടാക്കി തൻ്റെ പട്ടണമായ ഓഫറയിൽ അത് പ്രതിഷ്ഠിച്ചു. ഇസ്രായേൽ ജനമെല്ലാം അവിടേക്ക് പരസംഗമായി ചെന്ന് അതിനെ നമസ്കരിച്ചു. അത് ഒരു കെണിയായി തീർന്നു. ഇവിടെയാണ് ദൈവമക്കളെ നമുക്ക് കൂട്ടായ്മയുടെ ആവശ്യം. ഒരാൾ ദൈവത്തിന് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തു കാണും, പക്ഷെ ആത്മീയ കൂട്ടായ്മ ഇല്ലെങ്കിൽ അവർ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഈ ഗിദെയോന് കൂടെ നിൽക്കാനും പ്രാർത്ഥിക്കാനും ഉത്സാഹിപ്പിക്കാനും സഹോദര അത് വേണ്ട, അത് ശരിയല്ല, അങ്ങനെ നമ്മൾ ചെയ്യണ്ട എന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു പക്ഷേ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തനിക്ക് തോന്നിയതുപോലെ ഗിദെയോൻ ചെയ്തു. യഹോവയുടെ കൽപ്പനയൊന്നും ഗിദെയോൻ അറിഞ്ഞുകൂടാ. താൻ ഒരു വിഗ്രഹം ഉണ്ടാക്കി വെച്ച് അതവിടെ പ്രതിഷ്ഠയും പൂജയും ആരംഭിച്ചു. ജനങ്ങൾ അവിടെ ചെന്ന് ഈ വിഗ്രഹത്തെ ആരാധിക്കാൻ തുടങ്ങി. നമുക്ക് ശരിയായ ഒരു ആത്മീയ കൂട്ടായ്മയും ഒന്നിച്ചു പ്രാർത്ഥിക്കാനും നിങ്ങളെ തിരുത്തുവാൻ പര്യാപ്തരായ ആളുകൾ നിങ്ങളുടെ ഇടയിൽ ഇല്ലെങ്കിൽ നിങ്ങൾ വളരെ വേഗം വഴിതെറ്റി പോകാനും തകർന്നു പോകുവാനും വിശ്വാസ കപ്പൽ ഉടഞ്ഞു പോകാനും സാധ്യതയുണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ദൈവമേ, എനിക്ക് കൂട്ടായ്മകളെ വിലമതിക്കുവാൻ, സൗരസൗരന്മാരെ വിലമതിക്കുവാൻ, അവരുടെ അഭിപ്രായങ്ങളെ, അവരുടെ നല്ല ആലോചനകളെ വിലമതിക്കുവാൻ എന്നെ സഹായിക്കണമേ. വളരെ അപകടം പിടിച്ച ഒരു സാഹചര്യമായിരുന്നു അത് എന്ന് പറയാം. എന്നാൽ ഇന്ന് പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ അങ്ങനെ കൈവിട്ട് കളഞ്ഞിട്ടില്ല. ദൈവം നമുക്ക് പ്രായോഗികമായി ഓരോ തലങ്ങളിലും നമ്മെ ഭരിക്കുവാനും നടത്തുവാനും അധികാരികളെ ദൈവം വെച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ അധികാരികൾ ആരാണെന്ന് നാം തന്നെ കണ്ടെത്തണം. ശരിയായ അധികാരികൾ, ആത്മീയ അധികാരികൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഞാനാ നിങ്ങളുടെ അധികാരി, ഞാൻ പറയുന്നതെല്ലാം കേൾക്കണം എന്ന് പറയത്തില്ല. ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണ് നിങ്ങളുടെ ആത്മീയ അധികാരി ആരാണെന്ന് കണ്ടുപിടിച്ച് അവർക്ക് കീഴ്പ്പെട്ടിരിക്കുക. കുടുംബത്തിൽ ദൈവം ആത്മീയ അധികാരികളെ വെച്ചിട്ടുണ്ട്. സഭയിൽ ദൈവം അധികാരികളെ വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ രാജ്യത്ത് സെക്യുലർ വേൾഡിൽ ദൈവം അധികാരികളെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ദൈവം നൽകിയ ഗോഡ് ഗിവൺ അതോറിറ്റീസ്, ദൈവം ആക്കി വെച്ച അധികാര സ്ഥാനങ്ങളെ നാം തിരിച്ചറിയുകയും ബഹുമാനിക്കുകയും അവർക്ക് കീഴ്പ്പെട്ടിരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഓക്കെ, ഞാൻ ദൈവരാജ്യത്തെക്കുറിച്ച് ചില ബൈബിൾ വചനങ്ങൾ കൂടെ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് ഒരുവൻ ദൈവരാജ്യത്തിൽ കാലെടുത്ത് കുത്തി പ്രവേശിക്കുന്നത്? നമുക്ക് അതിനെക്കുറിച്ച് ഒരു വചനം വായിക്കാം.
യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാം വചനം. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 3 വേഴ്സ് 3 വായിക്കാം. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, ഒരുവൻ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ അവന് കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ ദൈവരാജ്യം കാണുന്ന കാര്യമാണ് പറയുന്നത്. ദൈവരാജ്യം കാണാനും അങ്ങോട്ടൊന്ന് പ്രവേശിക്കാനും കഴിയണമെങ്കിൽ എന്താണ് വ്യവസ്ഥ? ഓരോരുത്തരും വീണ്ടും ജനിക്കണം, പുതിയതായി ജനിക്കണം, അഥവാ രക്ഷിക്കപ്പെടണം. താൻ പാപിയാണെന്ന് സമ്മതിച്ചുകൊണ്ട് പാപങ്ങളെക്കുറിച്ച് അനുതപിച്ച് ദുഃഖിച്ച് ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിൽ ശരണപ്പെടുന്ന ഒരവസ്ഥയാണ് ഈ പുതുജനനം എന്ന് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും ആ അനുഭവത്തിൽ കൂടെ കടക്കാത്തവരുണ്ടോ? നിങ്ങൾ പള്ളിയിൽ പോകുന്നവരും പ്രാർത്ഥനയ്ക്ക് പോകുന്നവരും ഒക്കെ ആയിരിക്കും. പക്ഷേ യേശുവാണ് എൻ്റെ കർത്താവ്, രക്ഷകൻ എന്നുള്ള ഒരു ഏറ്റുപറച്ചിൽ, ഒരു ബോധ്യവും നിങ്ങളുടെ മനസ്സിലുണ്ടോ? നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് ഒരു ദുഃഖവും സങ്കടവും ലജ്ജയും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? കർത്താവെ, വല്ല തെറ്റുകൊണ്ടേ ക്ഷമിച്ചേക്കണമേ എന്ന് നാം ആരും പ്രാർത്ഥിക്കരുത്. എൻ്റെ തെറ്റുകളെയും ദോഷങ്ങളെയും ഞാൻ അറിയുന്നു കർത്താവെ, അതൊക്കെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു, എൻ്റെ പാപങ്ങളെ എന്നോട് ക്ഷമിക്കണമേ. ഐ എം സോറി, ഐ എം അഷെയിംഡ് ഓഫ് മൈ ബാഡ് ലൈഫ്. എൻ്റെ ദോഷങ്ങളെയും പാപകരമായ ജീവിതത്തെയും കുറിച്ച് ഞാൻ ദുഃഖിക്കുന്നു എന്ന് ദൈവത്തോട് പറഞ്ഞ് യേശുവിൻ്റെ അടുത്ത് വന്ന്, കർത്താവെ, യേശുവെ, എന്നോട് ക്ഷമിക്കണമേ, എന്നെ നിന്റെ രാജ്യത്തിലാക്കണമേ, അവിടുത്തെ രക്തത്താൽ എൻ്റെ പാപങ്ങളെ കഴുകണമേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ യേശുവിൻ്റെ അടുത്ത് വരുമ്പോഴാണ് ഈ പുതിയ ജനനം ഉണ്ടാകുന്നത്. അതാണ് ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം തന്നെ. ദൈവരാജ്യത്തെ കാണാൻ കഴിയുന്നത്, അതിലേക്ക് കാലെടുത്ത് കുത്തുവാൻ കഴിയുന്നത് രക്ഷിക്കപ്പെടുന്നത് വഴിയാണ്. മാനസാന്തരപ്പെട്ട് പുതിയ ഒരു സൃഷ്ടിയായി തീരുമ്പോഴാണ് ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം ഒരാൾക്ക് സാധിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായിട്ടും ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അത് ഏറ്റവും അനുഗ്രഹീതമായ ഒരു അവസ്ഥയാണ്. ദൈവരാജ്യത്തിൽ കടന്നിരിക്കുന്നു എന്നുള്ളത്. നിങ്ങൾ കേവലം ദൈവരാജ്യത്തിൽ കടന്നു എന്നതുകൊണ്ട് മാത്രം തൃപ്തരാകരുത്. ഈ ദൈവരാജ്യം, ഞാൻ ഇവിടുത്തെ ഒരു അംഗമാണ്, ഞാൻ ഇവിടുന്ന് പോവുകയില്ല, ഞാൻ ഈ ദൈവരാജ്യത്തിലെ ഒരാളാണ് എന്ന് പറഞ്ഞ് ദൈവരാജ്യത്തെ അവകാശമാക്കുന്നവരുണ്ട്. Those who own the kingdom of God. മത്തായി സുവിശേഷം 5-ാം അധ്യായം 3-ാം വചനം വായിക്കാം. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 5 വേഴ്സ് 3. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതാകുന്നു. സ്വർഗരാജ്യം അവർക്കുള്ളതാകുന്നു. ആത്മാവിൽ ദരിദ്രർ ആയവർ. ദൈവമേ, ഞാൻ എത്രയും ചെറിയ ഒരാളാണ്. അവിടുത്തെ മുമ്പിൽ വരുമ്പോൾ എനിക്കൊന്നും പ്രശംസിക്കാനായിട്ടില്ല. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ ഒരു വചനം കഴിഞ്ഞ ദിവസം വായിക്കുകയുണ്ടായി. ക്രിസ്തുയേശു പാപികളെ രക്ഷിക്കുവാൻ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. അങ്ങനെ ക്രിസ്തുയേശു തേടി വന്ന ആ പാപികളിൽ ഞാൻ ഒന്നാമൻ, മുമ്പൻ. അവരുടെ ആ ക്യൂവിൽ ഞാനാണ് മുമ്പിൽ നിൽക്കുന്നത്. ഏറ്റവും അധപ്പതിച്ച മനുഷ്യനായിരുന്നു ഞാൻ. എന്നാൽ എന്നോട് ദൈവം കരുണ തോന്നി, എന്നെ ഇപ്പോൾ വിശ്വസ്തനെന്ന് എണ്ണിയിരിക്കുന്നു എന്ന് പൗലോസ് പറയുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയും അതിനെ സ്വന്തമാക്കുകയും ഞാൻ ഈ രാജ്യത്തിലായിരിക്കും എന്ന് നിശ്ചയിക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഈ ദൈവരാജ്യത്തിലേക്ക് കടന്നവരെ സംബന്ധിച്ച് അവർക്ക് മുമ്പോട്ട് നിലനിൽക്കണമെങ്കിൽ അവർക്ക് വളരെ സഹിഷ്ണുത ആവശ്യമുണ്ട്, എൻഡ്യൂറൻസ് ആവശ്യമുണ്ട്. ദൈവരാജ്യത്തിൽ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം, പ്രശ്നമെല്ലാം തീർന്നു, ഇനിയെല്ലാം വളരെ സുഗമമാണ് എന്നാരും ചിന്തിക്കരുത്. ദൈവരാജ്യത്തിൽ വന്നു കഴിഞ്ഞാൽ ധാരാളം തടസ്സങ്ങളും പ്രശ്നങ്ങളും പീഡനങ്ങളും ഉപദ്രവങ്ങളും എല്ലാം ഉണ്ട്. അപമാനമുണ്ട്, നഷ്ടമുണ്ട്, അനേക പ്രശ്നങ്ങളുണ്ട്. ഒരു ഈസി ഗോയിങ് ജീവിതമല്ല, ഈസി ആയിട്ടുള്ള ഒരു ജീവിതമല്ല ദൈവമക്കളുടെ ജീവിതം. അപ്പോസ്തല പ്രവൃത്തികൾ നമുക്ക് എടുക്കാം. പ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം എടുക്കുക. ആക്ട്സ് ചാപ്റ്റർ 14 വേഴ്സ് 22. വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ പ്രോത്സാഹിപ്പിച്ചും അനേകം കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്ന് പ്രബോധിപ്പിച്ചും ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. എന്താ ശിഷ്യന്മാരോട് പറഞ്ഞത്? നിങ്ങൾ ദൈവമക്കളായി, ക്രിസ്തുവിൻ്റെ അനുഗാമികളായി കൊള്ളാം, ഇനി ഒരു പ്രശ്നവും ഇല്ല,
ഇനി അങ്ങ് മുമ്പോട്ട് അങ്ങ് ജീവിച്ചു പോയാൽ മതി എന്നല്ല പൗലോസ് അവരോട് പറയുന്നത്. അതെ, അവരോട് പറയുന്നത് 22-ാം വാക്യം നോക്കുക. നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കണം, അനേകം കഷ്ടതകളിൽ കൂടെ കടന്ന് നിങ്ങളുടെ ദൈവരാജ്യത്തിൽ നിലനിൽക്കേണ്ടതാകുന്നു, കടക്കേണ്ടതാകുന്നു എന്നും പറഞ്ഞ് അവരുടെ മനസ്സ് ഉറപ്പിച്ചു പോകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യത്തിൽ കടന്നിട്ട് അവിടെ നിലനിൽക്കണമെങ്കിൽ നമുക്ക് സഹനം, സഹിഷ്ണുത, ഫോർബെയറൻസ് ആവശ്യമാണ്, എൻഡ്യൂറൻസ് ആവശ്യമാണ്. ദൈവമക്കളുടെ ജീവിതം അതിൽ പല കഷ്ടതകളും പ്രയാസങ്ങളും ഉപദ്രവങ്ങളും ഉണ്ട്. ഇന്ന് നമ്മുടെ രാജ്യത്ത് ദൈവമക്കൾക്ക്, വിശ്വാസികൾക്ക് ധാരാളം ഉപദ്രവങ്ങൾ ഇപ്പോൾ നേരിടേണ്ടി വരുന്നു. ഗ്രാമങ്ങളിൽ നിന്നും അവരെ പുറത്താക്കുന്നു, മരിച്ചവരെ അടക്കം ചെയ്യാൻ സ്ഥലം കൊടുക്കുന്നില്ല, ജയിലിൽ കള്ളക്കേസ് ഉണ്ടാക്കി ഇടുന്നു, കേസുകൾ വരുന്നു, പ്രശ്നങ്ങൾ വരുന്നു, അടിയും ഒക്കെ കൊള്ളേണ്ടി വരുന്നു. അങ്ങനെ നിരവധി പ്രതിസന്ധികൾ ഇന്ന് പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യയിൽ ഇന്ന് ആളുകൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പൗലോസ് പറഞ്ഞതുപോലെ പറയാം, നാം അനേകം കഷ്ടതകളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു, അവിടെ നിലനിൽക്കേണ്ടതാകുന്നു. ഈ ദൈവരാജ്യം ഭൗതികമായ ഒരു കാര്യമല്ല, അത് ആത്മീകമായ ഒരു കാര്യമാണ് എന്നും കൂടെ കാണാൻ സാധിക്കും. വായിക്കാം, യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 36-ാം വചനം വായിക്കാം. ജോൺ 18:36. അതിന് യേശു, എന്റെ രാജ്യം ഈ ലോകത്തിൽ നിന്നുള്ളതല്ല. എന്റെ രാജ്യം ഈ ലോകത്തിൽ നിന്നുള്ളതായിരുന്നുവെങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതിരിക്കുവാൻ തക്കവണ്ണം എന്റെ ദാസന്മാർ പോരാടുമായിരുന്നു. എന്നാൽ എന്റെ രാജ്യം ഈ ലോകത്തിൽ ഉള്ളതല്ല എന്ന് ഉത്തരം പറഞ്ഞു. അവിടെ യേശു വ്യക്തമായും ആവർത്തിച്ചു പറയുന്നു. എന്താ പറയുന്നത്? ഞാനൊരു രാജാവാണെന്ന് നീ ചോദിച്ച കാര്യം ശരിയാണ്, ഞാൻ രാജാവാണ്. എങ്കിലും എൻ്റെ രാജ്യത്വം, എൻ്റെ ഗവൺമെന്റ് ലൗകികമല്ല, ഈ ലോകപ്രകാരമുള്ളതല്ല, ഈ ലോകത്തിൻ്റെ ഒരു സംവിധാനമല്ല. നമ്മുടെ ചുറ്റും ധാരാളം സർക്കാരുകളുണ്ട്, ഓരോ സ്റ്റേറ്റിലും സർക്കാരുണ്ട്, പുതിയ പുതിയ സർക്കാരുകൾ ഉണ്ടായി വരുന്നു, കേന്ദ്രത്തിലൊരു സർക്കാരുണ്ട്. ഇതൊക്കെ ലൗകികമായ രാജ്യങ്ങളാണ്, സർക്കാരുകളാണ്. എന്നാൽ യേശു പറഞ്ഞു, എൻ്റെ രാജ്യം ഈ ലോകത്തിലേതല്ല, വരുവാനുള്ള ലോകത്തിലേതാണ്. അതിനെയാണ് ദൈവരാജ്യമെന്നും സ്വർഗരാജ്യമെന്നും ബൈബിളിൽ നാം വായിക്കുന്നത്. യേശു പറഞ്ഞ ഈ ദൈവരാജ്യത്തിലേക്ക് ഇന്ന് രാവിലെ നമ്മുടെ മനസ്സ് ഉറപ്പിക്കാം. ഭൗതികമായ നേട്ടങ്ങളും കാര്യങ്ങളും എല്ലാം നശ്വരമാണ്, അത് നശിച്ചു പോകുന്നതാണ്. എന്നാൽ ദൈവികമായ ഒരു രാജ്യമാണ് നമുക്കായിട്ട് വച്ചിരിക്കുന്നത്. ആ കാഴ്ചപ്പാടോടെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ എല്ലാ സങ്കടങ്ങളും നിരാശകളും മാറിപ്പോകും. ദൈവം എനിക്കായി ഒരു രാജ്യം ഒരുക്കുന്നുണ്ട്, അവിടെ ദൈവമാണ് രാജാവ്. അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് ഞാൻ ജീവിക്കുമ്പോൾ എനിക്ക് അവിടെ സുഖമായിരിക്കുവാൻ, സന്തോഷത്തോടെ പാർക്കുവാൻ കഴിയും. ഈ ഭൂമിയിലും നാം ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് വലിയ സമാധാനമുണ്ട്. ഉള്ളിൽ വെപ്രാളവും അസ്വസ്ഥതയും ഭയവും ഒന്നുമില്ല. എല്ലാം ദൈവം നന്മയ്ക്കായി ചെയ്യുന്നു, എല്ലാം നന്നായിട്ട് ദൈവം ചെയ്യുന്നു എന്ന് കാണാൻ സാധിക്കും. ദൈവരാജ്യം ഭൗതികമല്ല എന്ന് വീണ്ടും നമുക്ക് വായിക്കാം. റോമർ 14-ാം അധ്യായം 17-ാം വാക്യം. റോമൻസ് ചാപ്റ്റർ 14:17. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ദൈവരാജ്യം ഭൗതികമായ കാര്യങ്ങളല്ല, ഭക്ഷണവും പാനീയവും, ഈ ലോകത്തിലെ നേട്ടങ്ങളും വീടും കാറും വലിയ ഉദ്യോഗവും ഇതൊന്നുമല്ല ദൈവരാജ്യം. പിന്നെ അത് ആത്മീകമായ കാര്യങ്ങളാണ്. ദൈവത്തിൻ്റെ രാജ്യം ഭൗതികമായ കാര്യങ്ങളിൽ അധിഷ്ഠിതമല്ല. അത് നീതിയാണ്, അത് സമാധാനമാണ്, അത് പിന്നെ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം നിറഞ്ഞതാണ്. ദൈവം ഈ കാര്യങ്ങളാൽ നമ്മെ അനുഗ്രഹിച്ച് ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളായി മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, നാം സഭയായി ഒരുമിച്ച് കൂടി ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ, ഒരു നാൾ കർത്താവിൻ്റെ രാജ്യത്തിൽ അസലായി ചെല്ലുമ്പോൾ, വാസ്തവമായി അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ കാര്യങ്ങൾ വളരെ എളുപ്പം ഇവിടുന്ന് അങ്ങോട്ട് മാറാൻ സാധിക്കും. നമുക്കത് അനുഭവിക്കാൻ സാധിക്കും. ദൈവരാജ്യത്തിൽ ചെല്ലുമ്പോൾ അവിടെ ദൈവത്തിന് കീഴ്പ്പെട്ട് ദൈവത്തിന് വിധേയപ്പെട്ടിരിക്കുവാനും, നമ്മുടെ സ്വന്തം ഇഷ്ടമല്ല, കർത്താവ് പിതാവേ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്നാണല്ലോ യേശു നമ്മെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചത്. ഓക്കെ,
നാം ദൈവരാജ്യത്തെക്കുറിച്ച്. അത് എന്താണ്, അത് എന്തല്ല, ദൈവരാജ്യത്തിൻ്റെ പ്രമാണങ്ങൾ എന്തൊക്കെയാണ്, അവിടെ ദൈവമാണ് രാജാവ്, ഞാനും നിങ്ങളും അല്ല. ദൈവത്തിൻ്റെ വചനപ്രകാരം നാം ദൈവത്തെ അനുസരിച്ച് ജീവിക്കണം. ഈ കാര്യങ്ങളൊക്കെ നാം ചിന്തിച്ചുവല്ലോ. ഇത് പ്രിയപ്പെട്ടവരെ, ഈ ദൈവരാജ്യത്തിൻ്റെ അനുഭവം ഇപ്പോൾ തന്നെ ഈ ഭൂമിയിൽ നമുക്ക് അനുഭവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കും. അത് സാധിക്കുന്നത് സഭയുടെ പശ്ചാത്തലത്തിലാണ്. ദൈവസഭ, ഒരു പ്രാദേശിക സഭയിൽ അംഗങ്ങളായിരിക്കുമ്പോൾ നമുക്ക് ദൈവരാജ്യത്തിൻ്റെ ഒരു അനുഭവം അവിടെ ലഭിക്കുവാൻ സാധിക്കുന്നു. നാം ഒക്കെ പലതരം ആളുകളാണ്. സാധാരണ മലയാളത്തിൽ പറയാറുണ്ട്, ബഹുജനം പലവിധം. 100 പേരുണ്ടെങ്കിൽ 110 അഭിപ്രായങ്ങൾ കാണും എന്നും നാം കേട്ടിട്ടുണ്ട്. ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ വ്യത്യാസമാണ്. എങ്കിലും ദൈവരാജ്യത്തിൽ, ദൈവസഭയിൽ വരുമ്പോൾ നാം നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ദൈവത്തിൻ്റെ അഭിപ്രായം, ദൈവത്തിൻ്റെ ആശയങ്ങൾ, കൽപ്പനകൾ നാം ഏറ്റെടുക്കുവാൻ പഠിക്കുമ്പോൾ കാര്യങ്ങൾ വളരെ നല്ലതായിട്ട് വരും. പലപ്പോഴും നമുക്കൊക്കെയുള്ള അറിവുകൾ എവിടുന്നൊക്കെയോ നമുക്ക് കിട്ടിയിട്ടുള്ള അറിവുകളാണ്. ജനിച്ചപ്പോഴേ ഇപ്പോഴുള്ള അറിവെല്ലാം ഉണ്ടായിരുന്നോ? നാം ജനിച്ച് വീണപ്പോൾ ഇപ്പോഴുള്ള അറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്ക് 40, 50, 60, 70 ഒക്കെ വയസ്സായി. നമുക്ക് ധാരാളം അറിവുകളുണ്ട്. എന്നാൽ പലരും ഭോഷത്വമായി വിചാരിക്കുന്നത് എൻ്റെ അറിവാണ് ആബ്സല്യൂട്ടായിട്ടുള്ളത്, ഇതാണ് ശരി. പലരും പറയുന്നതാണ്, ഇതാണ് ശരി, ഇത് മാത്രമാണ് ശരി, ഇതല്ലാത്തതൊക്കെ തെറ്റ്. കേട്ടിട്ടുണ്ടോ? അത് പല ഈ കൾട്ട് സഭകളൊക്കെ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ഈ ഉപദേശമാണ് ശരി, ഇത് മാത്രമേ ശരിയുള്ളൂ, ഇതല്ലാത്തതൊക്കെ തെറ്റ് എന്ന് പറയുന്ന ഒരു ആബ്സല്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നവരുണ്ട്. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞല്ലോ, ദൈവദാസന്മാർ പണ്ട് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ യൗവനകാലമായിരുന്നപ്പോൾ പഠിപ്പിച്ചിട്ടുണ്ട്. നാം കാര്യങ്ങളെ ആബ്സല്യൂട്ടായിട്ട് ഇതാണ് ശരി, ഇത് മാത്രമാണ് ശരി എന്ന് പറയാതെ ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് പറയാനുള്ള ഒരു താഴ്മ നമുക്ക് ആവശ്യമാണ്. എന്താ പറയേണ്ടത്? ദിസ് ഈസ് വാട്ട് ഐ ഹാവ് അണ്ടർസ്റ്റുഡ്. ഇങ്ങനെയാണ് ഞാൻ ഗ്രഹിച്ചിരിക്കുന്നത്. ഞാൻ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, പലരും പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്, ബൈബിൾ തന്നെ പലയിടത്തുനിന്നും ഒക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഒത്തിരി അറിവുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ അറിവുകളെല്ലാം ദൈവത്തിൻ്റെ വിലയിരുത്തലിൽ ശരിയായിക്കൊള്ളണമെന്നില്ല. അതിൽ പല മിസ്റ്റേക്കും ഉണ്ടാകാം. അതുകൊണ്ട് നമ്മുടെ അറിവും ബുദ്ധിയും ഒക്കെ അത് പെർഫെക്റ്റ് ആണ്, അത് മാത്രമാണ് ശരി എന്നാരും നാം ശഠിക്കരുത്. ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന സഹോദരന്മാരെ. അത്ര എനിക്കും പറയാൻ കഴിയത്തുള്ളൂ. ഞാൻ ഇങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത് ചിലപ്പോൾ തിരുത്തപ്പെടാൻ കഴിയും, പക്ഷേ എനിക്ക് കിട്ടിയ അറിവ് ഇങ്ങനെയാണ്. ഞാൻ അത് സ്വീകരിച്ചിരിക്കുന്നു. ആവശ്യമുണ്ടെങ്കിൽ തിരുത്താം എന്നുള്ളതാണ് എൻ്റെ നിലപാട്. അതുകൊണ്ട് ഒരു അസ്വസ്ഥതയുമില്ല, വളരെ സമാധാനമുണ്ട്. ദൈവം ഇങ്ങനെയൊക്കെയാണ് എന്നെ അറിയിച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകളെ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവരാജ്യത്തിൽ നാം ഓരോരുത്തരും രാജാവായ ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴിലായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതൊരു പുതിയ അറിവല്ല. ഗാഡ് ഈസ് ദി ആബ്സല്യൂട്ട് അതോറിറ്റി. അവിടെ ആ ദൈവത്തിൻ്റെ അതോറിറ്റിയുടെ അധികാരത്തിൻ്റെ കീഴിൽ ഞാൻ നിങ്ങളുമായിരിക്കണം. ഇതാണ് ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിൾ, ദൈവരാജ്യത്തിൻ്റെ തത്വം. ഇതാണ്. നാം ഓരോരുത്തരും എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴിൽ ഇരിക്കുവാൻ പഠിക്കണം. ദൈവം ഇറങ്ങി വന്ന് നമ്മളോട് എന്തെങ്കിലും പറയുന്നുണ്ടോ ഈ കാലങ്ങളിൽ? ദൈവം ഒന്നും ഇറങ്ങി വന്ന് പറയുന്നില്ല. ദൈവം പറയുന്നത് ദൈവം നമ്മുടെ മേലാക്കി വെച്ച അധികാര സ്ഥാപനങ്ങൾ കൂടെയാണ്, അധികാര വ്യക്തികളിൽ കൂടെയാണ്. ദൈവം പല മേഖലകളിലും അധികാര സ്ഥാനങ്ങളെ ആക്കിയിട്ടുണ്ട്. നാം നമ്മുടെ അധികാരങ്ങളെ കണ്ടെത്തി, ഹൂ ഈസ് മൈ അതോറിറ്റി, ഹൂ ഈസ് ദ പേഴ്സൺ whom God has appointed over me, അത് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി അവർക്ക് വിധേയപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് വലിയ സമാധാനവും സ്വസ്ഥതയും അനുഗ്രഹവും ഉണ്ട്. മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിൽ ഒരു റോമൻ ശതാധിപനെ കുറിച്ച് കാണാൻ കഴിയും. ഈ റോമാക്കാരനായ ശതാധിപൻ 100 പട്ടാളക്കാരുടെ കമാൻഡറായിരിക്കുന്ന മനുഷ്യൻ. അയാളൊരു നല്ല മനുഷ്യനായിരുന്നു. അയാളുടെ ഏറ്റവും വലിയ നന്മയെന്ന് പറയുന്നത് തൻ്റെ മേലുള്ള അധികാരം ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ആ അധികാരത്തിന് വിധേയപ്പെടുന്ന ഒരുവനായിരുന്നു ഈ റോമൻ സെഞ്ചൂറിയൻ.
അയാൾ യേശുവിൻ്റെ അടുത്ത് വന്ന്, കർത്താവേ, എൻ്റെ എൻ്റെ കീഴിലുള്ള ഒരു പോലീസുകാരൻ, ഒരു പടയാളി സൗഖ്യമില്ലാതെ വളരെ സീരിയസ് ആയിട്ട് കിടക്കുന്നു, നീ അവനെ വന്ന് സൗഖ്യമാക്കണമേ എന്ന് ആളിനെ വിട്ട് പറഞ്ഞ് അറിയിപ്പിച്ചു. നമുക്ക് ആ വാക്യം വായിക്കാം. മത്തായി 8 മുതൽ 10 വരെ വായിക്കാം. മാത്യു 8 വേഴ്സസ് 8 to 10. അതിന് ശതാധിപൻ, കർത്താവേ, നീ എൻ്റെ വീട്ടിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ദാസന് സൗഖ്യം വരും. ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാകുന്നു. എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് പോകുക എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു, മറ്റൊരുവനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു. എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അത് കേട്ടിട്ട് യേശു ആശ്ചര്യപ്പെട്ടു. തന്നെ അനുഗമിക്കുന്നവരോട് അവൻ പറഞ്ഞത്, ഇസ്രായേലിൽ പോലും ആരിലും ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ഈ മനുഷ്യന്റെ വിശ്വാസത്തെക്കുറിച്ച് യേശു കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടു. ഞാൻ അധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. എൻ്റെ മേൽ അധികാരികളുണ്ട്. ഏറ്റവും വലിയ അധികാരി റോമൻ കൈസരാണ്, ചക്രവർത്തിയാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ 1000 പേരുടെ കമാൻഡറുണ്ട്, പിന്നെ ജനറൽമാരൊക്കെ ഉണ്ട്, വലിയ അനേകം ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇവർക്കെല്ലാം ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ കീഴിലുള്ള 100 പടയാളികളിൽ ആരോട് എന്തെങ്കിലും പറഞ്ഞാലും അവർ ഉടനെ അനുസരിക്കുന്നു. ദൈവരാജ്യത്തിൽ അനുസരണമുണ്ട്, കീഴ്പ്പെടലുണ്ട്. ഇയാളെ കുറിച്ച് പറയുന്നു, ഇയാൾ ചക്രവർത്തിക്ക് കീഴ്പ്പെട്ടിരിക്കുകയായിരുന്നു. പ്രിയ സഹോദരന്മാരെ, ആ മനുഷ്യന്റെ വിശ്വാസത്തെയും കാഴ്ചപ്പാടിനെയും യേശു അഭിനന്ദിച്ചു. നിന്റെ വിശ്വാസം വലിയത്. ഇസ്രായേലിൽ മറ്റൊരിടത്തും ഇത്രയും വലിയ വിശ്വാസം, ഇത്രയും വലിയ കീഴ്പ്പെടുന്ന സ്വഭാവം ഞാൻ കണ്ടിട്ടില്ല എന്ന് യേശു അവനെ നല്ലതായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു, കമൻറ്റ് ചെയ്തു, അവനെക്കുറിച്ച് പറഞ്ഞു. സഹോദരന്മാരെ, ഇന്ന് രാവിലെ ഈ കാര്യം നിങ്ങൾ കണ്ടെത്തി ചിന്തിച്ചു വേണം പോകാൻ. ആരാണ് എൻ്റെ മേൽ ദൈവം വെച്ചിരിക്കുന്ന അധികാരികൾ? അവർക്ക് ഞാൻ കീഴ്പ്പെടുന്നുണ്ടോ, വിധേയപ്പെടുന്നുണ്ടോ? ദൈവരാജ്യത്തിൻ്റെ തത്വമാണിത്. വിധേയപ്പെടുക, കീഴ്പ്പെട്ടിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ നമുക്ക് അധികാരികളുണ്ട്. ഭവനത്തിൽ, അതാ ഒന്നാമത്തെ ലെവൽ, ഹൗസ്, അവിടെ അധികാരികളുണ്ട്. രണ്ടാമത്തേത് സഭയാണ്. സഭയിൽ ദൈവം അധികാരികളെ വെച്ചിട്ടുണ്ട്. മൂന്നാമത്തേത് പുറം ലോകമാണ്, സെക്യുലർ വേൾഡ് ആണ്. അവിടെയും ദൈവം അധികാരികളെ വെച്ചിട്ടുണ്ട്. ഈ 3 ഇടങ്ങളിലും നമ്മുടെ അധികാരികളെ കണ്ടെത്തി അവർക്ക് വിധേയപ്പെട്ട് ഇരിക്കുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ ചെയ്താൽ നാം അനുഗ്രഹീതർ ആയിത്തീരും. When you submit, there is a blessing promised. കുടുംബത്തെക്കുറിച്ച് പറഞ്ഞാൽ ഭാര്യമാരോടുള്ള ദൈവത്തിൻ്റെ വചനമാണ്. എഫേസ്യർ 5-ാം അധ്യായം 22-23 വചനങ്ങൾ നോക്കാം. എഫീഷ്യൻസ് 5:22-23. ഭാര്യമാരെ, കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവീൻ. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. ഇവിടെ ഭാര്യമാരോട്, അത് ഭവനവുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത്. ഭാര്യമാരോട് പറയുന്നു, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയപ്പെട്ടിരിക്കുവീൻ. സബ്മിറ്റ് ടു യുവർ ഹസ്ബൻഡ്സ്. അത് വീട്ടിലെ ഭാര്യമാരോടുള്ള കൽപ്പനയാണ്. മക്കളോടുള്ള ദൈവത്തിൻ്റെ കൽപ്പനയുമുണ്ട് വീട്ടിൽ. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുകയും. അത് മക്കളോടുള്ള കൽപ്പനയാണ്. ഇവിടെയൊക്കെ ഭാര്യയാകട്ടെ, മക്കളാകട്ടെ, അവർക്ക് ദൈവം നൽകിയ അധികാരികൾക്ക് വിധേയപ്പെട്ടിരിക്കുവാൻ, പ്രശ്നമുണ്ടാക്കാതെ, വഴക്കുണ്ടാക്കാതെ, ചോദ്യം ചെയ്യാതെ, ബഹളം വയ്ക്കാതെ ശാന്തമായിരിക്കുവാൻ, അനുസരിക്കുവാൻ കുടുംബത്തിൽ ഉത്സാഹം കാണിക്കണം. ഇനി സഭയിൽ വരുമ്പോൾ അവിടെയും ദൈവം സഭയിൽ അധികാരികളെ ആക്കിയിട്ടുണ്ട്. ആത്യന്തികമായ അധികാരം ദൈവത്തിനാണ്. എന്നാൽ ദൈവം സഭയിൽ അധികാരികളെ വെച്ചിട്ടുണ്ട്. അത് സഭയിലെ കാര്യങ്ങൾ ക്രമീകൃതമായി നല്ലതായിട്ട് നടത്തുവാനും, ആടുകളെ മേയ്ക്കുവാനും, പഠിപ്പിക്കുവാനും, വഴി കാണിച്ചു കൊടുക്കുവാനും ഒക്കെ ദൈവം അധികാരികളെ സഭയിലാക്കിയിട്ടുണ്ട്. അതിന് പുതിയ നിയമസഭയിൽ മൂപ്പന്മാരെ അഥവാ എൽഡേഴ്സിനെ ദൈവം ആക്കിയിട്ടുണ്ട്. ഈ മൂപ്പന്മാരെന്നുള്ള പ്രയോഗത്തിന് പല വാക്കുകളും ബൈബിളിലുണ്ട് കേട്ടോ. എൽഡേഴ്സ് എന്ന് മാത്രമല്ല, മൂപ്പന്മാരുണ്ട്. അതിന് മറ്റൊരു പേരാണ് പാസ്റ്റർ എന്ന് പറയുന്നത്. ഇടയൻ്റെ ഒരു ശുശ്രൂഷ, അല്ലെങ്കിൽ ബിഷപ്പ് എന്ന് പറയുന്നതും
അത് തന്നെയാണ്. ഓവർസിയർ എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഇങ്ങനെ പല വാക്കുകൾ അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഏതായാലും സഭയിലെ അതിന് നടത്തിപ്പുകാരായ ആളുകളെക്കുറിച്ച് മൂപ്പന്മാരെന്ന് പറയുന്നു. 1 പത്രോസ് 5-ാം അധ്യായം 5-ാം വചനത്തിൽ നാം അത് കാണുന്നു. 1 Peter chapter 5 verse 5. അപ്രകാരം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവീൻ. എല്ലാവരും പരസ്പരം കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവീൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. ഇളയവരോട്, ചെറുപ്പക്കാരോട് പറയാണ്, യങ് മെൻ, യങ് പീപ്പിൾ, സബ്മിറ്റ് ടു യുവർ എൽഡേഴ്സ്. നിങ്ങളുടെ മൂപ്പന്മാർക്ക്, സഭയിലെ നടത്തിപ്പുകാർക്ക് നിങ്ങൾ വിധേയപ്പെട്ടിരിക്കുവിൻ. ആ ഒരു മനോഭാവം, ഒരു കാഴ്ചപ്പാട് എല്ലാ സഹോദരങ്ങൾക്കും ഉണ്ടായിരിക്കണം. നിങ്ങളുടെ സഭയിൽ ദൈവമാക്കിയിരിക്കുന്ന അധികാരികൾക്ക്, മൂപ്പന്മാർക്ക് നിങ്ങൾ വിധേയപ്പെട്ടിരിക്കണം. ഒരു സഭയിൽ 3-4 മൂപ്പന്മാരുണ്ടെങ്കിൽ നിങ്ങൾ അവരിൽ ഒരാൾക്കെങ്കിലും കീഴടങ്ങിയിരിക്കണം. എല്ലാവരെയും നിങ്ങൾക്ക് ഇഷ്ടമില്ലെന്നിരിക്കാം, അല്ലെങ്കിൽ എല്ലാവരോടും നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലെന്നിരിക്കാം, നിങ്ങൾക്ക് വിശ്വാസമില്ല, ആ സഹോദരനെ, ആ മൂപ്പനെ എനിക്കത്ര ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ എനിക്കത് മനസ്സിലാക്കാം. പക്ഷേ സഭയിലുള്ള മൂപ്പന്മാരിൽ, ലീഡേഴ്സിൽ ഒരാൾക്കെങ്കിലും നിങ്ങൾ വിധേയപ്പെടുകയും കീഴ്പ്പെടുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ സഭയിൽ അംഗമായിരിക്കുവാൻ യോഗ്യതയില്ല എന്ന് പറയേണ്ടി വരും. നിങ്ങൾ കീഴ്പ്പെട്ടിരിക്കാൻ കഴിയുന്ന ഒരു സഭയിൽ പോയി അംഗമായി ചേരണം. അവിടെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം, സഭയിൽ ദൈവം വെച്ചിരിക്കുന്ന അതോറിറ്റീസ് ഉണ്ട്. അവരെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് വിശ്വാസമുള്ള മൂപ്പന്മാർക്ക് നിങ്ങൾ കീഴ്പ്പെട്ടിരിക്കണം. അവർ പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ മാത്രമേ സഭ അനുഗ്രഹമായി നല്ല രീതിയിൽ ഐക്യമത്യത്തോടെ, ഇന്ന് നാം കേട്ടതുപോലെ ആ ഒരു ഐക്യതയോടെ ഒത്തൊരുമിച്ച് നമുക്ക് സ്നേഹിച്ച് കരുതലോടെ മുമ്പോട്ട് പോകാൻ കഴിയത്തുള്ളൂ. ഇനി ഗവൺമെൻറ് തലത്തിലേക്ക്, പൊതു മേഖലയിലേക്ക് വരുമ്പോൾ, സർക്കാരിൻ്റെ മേഖലയിലേക്ക് വരുമ്പോൾ, സെക്യുലർ വേൾഡിലേക്ക് വരുമ്പോൾ, അവിടെയും നാം കീഴ്പ്പെട്ടിരിക്കുവാൻ ദൈവം നമ്മോട് പറയുന്നു. റോമർ 13:1-2. ഏത് മനുഷ്യനും മേലധികാരികൾക്ക് കീഴ്പ്പെട്ടിരിക്കട്ടെ. ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവും ഇല്ലല്ലോ. നിലവിലുള്ള അധികാരങ്ങളോ ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. അടുത്ത വാക്യം, ആകയാൽ അധികാരത്തോട് എതിർക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് എതിർക്കുന്നു. അങ്ങനെ ചെയ്യുന്നവർ തങ്ങൾക്ക് തന്നെ ശിക്ഷാവിധി വരുത്തിവെക്കും. ഇത് എല്ലാ ഭരണ അധികാരികളെയും അതോറിറ്റീസിനെയും കുറിച്ച് പറയാമെങ്കിലും ഇവിടെ പറയുന്നത് രാജാവിന് അഥവാ സെക്യുലർ അതോറിറ്റീസിന്, ഭരണാധിപന്മാർക്ക് നിങ്ങൾ കീഴ്പ്പെട്ടിരിക്കുവീൻ. അവരെ ധിക്കരിക്കരുത്, അവരുടെ ആജ്ഞകൾ അനുസരിക്കണം. നമ്മുടെ രാജ്യത്ത് മന്ത്രിമാരും അതുപോലെ പൊതുസ്ഥലങ്ങളിലുള്ള അധികാരികളും ഒക്കെ ഉണ്ട്. ഇവരെയൊക്കെയാണ് ഭരണാധികാരികൾ എന്ന് പറയുന്നത്. അവർക്ക് കീഴ്പ്പെട്ടിരിക്കുവാനും അവർക്ക് ബഹുമാനം കൊടുക്കുവാനും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്നാൽ അധികാരത്തോട് എതിർത്ത് നിൽക്കുന്നവർ, മറുക്കുന്നവർ, ദൈവത്തിൻ്റെ വ്യവസ്ഥയോട് എതിർക്കുന്നു, അവർക്ക് ശിക്ഷാവിധി ഉണ്ടാകും. അതുകൊണ്ട് നമ്മുടെ മേലധികാരികളായിട്ട് ദൈവം വെച്ചിരിക്കുന്ന മന്ത്രിമാരെ കുറിച്ച് നാം കുറ്റം പറഞ്ഞ് നടക്കരുത്. അവരെക്കുറിച്ച് നല്ലത് ചിന്തിക്കാനും പറയാനും പഠിക്കാം. അവരൊക്കെ അവരാരും രക്ഷിക്കപ്പെട്ടവരും ദൈവമക്കളും ഒന്നും അല്ല. എങ്കിലും അവരിലുള്ള നന്മകളെയൊക്കെ നമുക്ക് കാണുകയും അവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്താൽ മതി. എപ്പോഴും അവരെക്കുറിച്ച് കമൻറ്റും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ആത്മീയ ജീവിതം തന്നെ അതുകൊണ്ട് അത് ബാധയുണ്ടാകും, ക്ഷീണമുണ്ടാകും. അതുകൊണ്ട് ഭരണാധികാരികളെക്കുറിച്ച് നല്ലതായിട്ട് ചിന്തിക്കണം. ദൈവമേ, അവർക്ക് ജ്ഞാനം കൊടുക്കണമേ, അവരുടെ ഈ സ്വഭാവമൊക്കെ മാറ്റി പൊതു താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ നീ അവർക്ക് ദർശനവും ജ്ഞാനവും കൊടുക്കണമേ എന്ന് അധികാരികൾക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമാണ് സഭയിൽ അധികാര സ്ഥാനങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ പ്രാദേശിക സഭ, ഞാൻ ആദ്യം പറഞ്ഞുവല്ലോ, ദൈവരാജ്യത്തിൻ്റെ ഒരു ചെറിയ പതിപ്പാണ്. ദൈവമാണ് ദൈവരാജ്യത്തിലെ അധികാരി. സഭയിലും ആത്യന്തികമായ അധികാരം ദൈവത്തിനാണ്. ദൈവം ആരെയൊക്കെ സഭയുടെ നടത്തിപ്പിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നുവോ അവരും അധികാരികളാണ്. ദൈവം അവരെ അധികാരം ഒരു കാലയളവിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നു. അത് മഹത്വം എടുക്കുന്ന അധികാരികളായിട്ടല്ല, മറ്റുള്ളവരെ സേവിക്കുന്ന, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്ന, ദാസന്റെ ജോലി ചെയ്യുന്ന, ഇടയന്റെ ജോലി ചെയ്യുന്ന, ദാസന്മാരായി പ്രവർത്തിക്കുന്ന അധികാരികളായിട്ടാണ് ദൈവസഭയിലെ മൂപ്പന്മാർ അധികാരികളായിരിക്കേണ്ടത്.
അവരെക്കുറിച്ച് പറഞ്ഞാൽ സെർവൻറ്റ് ലീഡേഴ്സ്, ദാസമനോഭാവമുള്ള നേതാക്കൾ എന്ന് സഭയിലെ അധികാരികളെക്കുറിച്ച് പറയാൻ സാധിക്കും. സഭയിലെ അധികാരികൾ മറ്റുള്ളവരുടെ മേൽ അധികാരം നടത്തുകയും നിങ്ങൾ അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്, ഇന്നത് ചെയ്യണോ, അത് ചെയ്യരുത്, നിങ്ങൾ ഇന്ന വാഹനമേ വാങ്ങാവൂ, നിങ്ങൾ ഇന്ന വീടേ വാങ്ങാവൂ, ഇങ്ങനെയൊന്നും ആളുകളുടെ പ്രായോഗികമായ പ്രൈവറ്റ് ലൈഫിൽ കൈകടത്താനും ഇടപെടുത്താനും സഭയിലെ മൂപ്പന്മാരാരും ഞങ്ങളാരും ശ്രമിച്ചിട്ടില്ല, ഞങ്ങൾ ശ്രമിക്കുകയുമില്ല. ദൈവം നിങ്ങൾക്കൊക്കെ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. എന്നാൽ പാപകരമായ കാര്യങ്ങൾ കാണുമ്പോൾ അത് ശരിയല്ല എന്ന് പറയാനും അതിനെ വിലക്കാനും സഭയിൽ ദൈവം അധികാരികളെ ആക്കിയിരിക്കുന്നു. നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് തീരുമാനിച്ച് പോകാം, പക്ഷേ അത് ക്രിസ്തു ആയിരിക്കണം നിങ്ങളുടെ രാജാവ്. ക്രിസ്തുവിൻ്റെ കൽപ്പനയ്ക്ക് അനുസരിച്ച് ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് നിങ്ങൾ ജീവിക്കണം. അതാണ് ഈ വചനം കൂടെ, ഒടുവിൽ ആ വചനം കൂടെ വായിക്കാം. കൊലോസ്യർ 1:18. കൊലോഷ്യൻസ് ചാപ്റ്റർ 1:18. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയാകുന്നു. സകലത്തിലും തനാദ്യനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യജാതനും ആകുന്നു. യേശുവാണ് സകലത്തിനും മുൻപനായിരിക്കുന്നത്. ഹി ഹാസ് ദ പ്രീ എമിനൻസ്. ക്രിസ്തുവിനാണ് മുഖ്യത്വവും ഒന്നാം സ്ഥാനവും. അധികാരി, റൂളർ, രാജാവ് എന്നൊക്കെയുള്ള അധികാരത്തിൻ്റെ പദവി ക്രിസ്തുവിനാണ് പിതാവ് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. ഇന്ന് ദൈവസഭയിൽ ക്രിസ്തുവാണ് അധികാരിയായിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ വചനങ്ങൾ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുവാൻ നമുക്ക് അനുവാദമില്ല. നാം ക്ഷീണിച്ച് നിരാശപ്പെട്ടു പോകുമ്പോൾ അന്യോന്യം ബലപ്പെടുത്തുവാനും ശക്തിപ്പെടുത്തുവാനും ദൈവസഭയിലെ സഹോദരന്മാരെ ദൈവം വെച്ചിരിക്കുന്നു. ദൈവസഭയിൽ അധികാരികളെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യുവാൻ ദൈവവചനം നമ്മോട് ആവശ്യപ്പെടുന്നു. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.